കഴിഞ്ഞ ദിവസം ഒരു തീരുമാനം വന്നു. വെള്ളാപ്പള്ളിക്കെതിരെ ഒരു മൃദു നിലപാടെടുത്തുകൊണ്ടൊക്കെയാണ് ഈ തോൽവി വന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിക്കണമായിരുന്നു എന്നൊക്കെ CPM തീരുമാനിക്കുന്ന പിന്നാലെ അത് ആഞ്ഞടി തുടങ്ങിയിരിക്കുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ CPM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ വെള്ളാപ്പള്ളി 2 തോണിയിൽ കാലുവെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. SNDPയുടെയും നവോത്ഥാന സമിതിയുടെയും തലപ്പത്ത് നിൽക്കുന്നു. ഈ ബഹുമുഖ വേഷം കേരളീയ സമൂഹം തിരിച്ചറിയണമെന്നും P. ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെയാ 2 തോണിയിൽ കാല് വെക്കുന്നത്? അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക, പിന്നെയോ മകനെ BDSന്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായല്ലോ. ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽജിനാഥ് വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഇത് കേൾക്കുമ്പോൾ ചിരിയും വരും. ഇപ്പോൾ ഈ ബഹുമുഖവേഷം ഇവർക്ക് നേരത്തെ ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. ഇന്നലെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണോ പെട്ടെന്ന് P. ജയരാജൻ അടക്കം തിരിച്ചറിഞ്ഞത്? പ്രധാനമായും തിരുത്തൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ തോൽവിയുടെ ഒരു കാരണമായി വെള്ളാപ്പള്ളിയുടെ നിലപാടുകളോടുള്ള പാർട്ടി സമീപനവുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മൗനമല്ലാതെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിനപ്പുറത്തേക്കൊന്നും പ്രതികരിച്ചിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ എന്തായാലും CPM നേതാവ് സമീപകാലത്തെങ്ങും ഇല്ലാത്തതുപോലെ ഒരു പുതിയ വിമർശനം എന്ന പേരിൽ പുതിയ ഒരു വിമർശനം, ഒരു വാക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ബഹുമുഖ വേഷധാരി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ദിവി ചോദിച്ചതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആളുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല അവസരങ്ങളിൽ ചോദ്യമായി ചോദിക്കുമ്പോഴും തള്ളിക്കളയാനോ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരുത്തലിൻ്റെ ഭാഗമായി എന്തായാലും പ്രധാനപ്പെട്ട CPM നേതാവ് P. ജയരാജൻ്റെ നിലപാടുമായി വരുമ്പോൾ തിരുത്തലിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു പക്ഷേ വ്യക്തിപരമായ അഭിപ്രായമാകണമെന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ തിരുത്തൽ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്നുള്ളത് പറയുന്നു. അതിൽ തന്നെ BDJSന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട സമിതികളുടെ തലപ്പത്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വിരോധാഭാസമായി ആളുകൾക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് കൂടി അത് വിരോധാഭാസമായി തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരുപക്ഷെ താഴെ അണികൾ സൂചിപ്പിച്ച, ജില്ലാ ഘടകത്തിലെ നേതാക്കൾ സൂചിപ്പിച്ച അതേ വികാരം ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പുറത്തേക്ക് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ നിൽക്കുന്നത്.